ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. കയറ്റുമതിക്കാർക്ക് ആശ്വാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഇപ്പോൾ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷത വഹിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള 50% തീരുവ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. നിലവിലുള്ള 25% നികുതിയുടെ ആഘാതം തിരിച്ചറിയാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം കയറ്റുമതിക്കാരുമായും കയറ്റുമതി പ്രൊമോഷൻ കൗൺസിലുകളുമായും കൂടിയാലോചനകൾ നടത്തി വരുന്നുണ്ട്. നിലവിൽ പ്രാബല്യത്തിലുള്ള 25% നികുതി തന്നെ ലാഭത്തിൽ ഗണ്യമായ ഇടിവും മത്സരശേഷി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കയറ്റുമതി കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ആഘാതം കുറയ്ക്കുന്നതിനായി പ്രത്യേക വ്യവസായങ്ങളെ ലക്ഷ്യമിട്ട് പിന്തുണ നൽകുന്ന പദ്ധതികളാണ് സർക്കാരിന് മുന്നിലുള്ളത് എന്നാണ് വിവരം. റിസ്ക് പരിരക്ഷയോടുകൂടി ഈടില്ലാതെ പ്രവർത്തന മൂലധനം നൽകുന്ന എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം വേണമെന്ന കയറ്റുമതി കമ്പനികളുടെ ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. കയറ്റുമതിക്കാർക്കുണ്ടാകുന്ന ആഘാതം ചർച്ച ചെയ്യുന്നതിനൊപ്പം ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ രൂപരേഖയ്ക്കും ഇന്നത്തെ യോഗം അന്തിമ രൂപം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ട്രംപ് ഇന്ത്യക്ക് വലിയ പണി തന്നെയാണ് തന്നിരിക്കുന്നത്. എന്നാൽ തിരിച്ച് ഇന്ത്യ ഇക്കാര്യത്തിൽ എങ്ങനെ ശക്തമായി പ്രതികരിക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചേരുന്ന ഈ യോഗം വിവിധ കാര്യങ്ങൾ വിലയിരുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ പണിക്ക് ഇന്ത്യ എങ്ങനെ ഒരു മറുപടി നൽകും എന്ന് അറിയാനുണ്ട്. മറ്റ് ലോകശക്തികളുമായിട്ട് ഇന്ത്യ അടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വ്യാപാര ബന്ധം സൃഷ്ടിക്കാൻ ഇന്ത്യ മുൻകൈ എടുക്കുന്നുമുണ്ട്. എന്തായാലും ചൈനയോടും റഷ്യയോടും ഇന്ത്യ അടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അത്ര സുഖകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും.